കർത്താവിൻ്റെ ധന്യമാകുന്ന തിരുനാമം ഈ നല്ല രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂമിലൂടെയും യൂട്യൂബിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനവും ചൊല്ലുന്നു. അബുക്കക്ക് പ്രവചനത്തിനകത്ത് ഇങ്ങനൊരു വാക്ക് വരുന്നുണ്ട്. ആമേൻ ആമേൻ. കർത്താവേ, ആണ്ടുകൾ തീരുന്നതിന് മുൻപേ നിൻ്റെ പ്രവൃത്തിയെ ഒന്ന് വെളിപ്പെടുത്തണമേ, നിൻ്റെ പ്രവൃത്തിയെ ഒന്ന് അയക്കണമേ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇതേപോലെ ഈ മാസത്തിൻ്റെ അവസാന മന്തിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ, ഈ വർഷത്തിൻ്റെ അവസാന മന്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ഒത്തിരി ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിവസങ്ങളെ പ്രാർത്ഥിര്. ഈ മാസം എന്നോട് എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ നടക്കുന്ന മാസമാണ്. ഈ ആണ്ട് തീരുന്നതിന് മുന്നമേ നമ്മൾ നോക്കും, സാഹചര്യം എങ്ങനെ നടക്കും, കാറ്റ് കാണുന്നില്ലല്ലോ, പ്രതീക്ഷിക്കാൻ പറ്റുന്ന വകകളൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ നടക്കും? പക്ഷേ അകത്തൊരു വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, ആമേൻ, ആ വാഗ്ദത്തങ്ങൾ, ആ നിവർത്തീകരണങ്ങൾ ഞാൻ കാണാൻ കഴിയുമെന്ന് നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ നിൻ്റെ കണ്ണുനീരിന്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കർത്താവ് തരാൻ പോവുകയാണ്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ തുടർമാനമായി ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് റെസ്റ്റോറ റീബിൽഡിനെ കുറിച്ചും. നമ്മുടെ ദൈവദാസന്മാരെല്ലാം ശക്തമായിരിക്കുന്ന ദൈവദൂതുകൾ കൈമാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളുമായി ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വ്യത്യസ്തമാകുന്ന ഒരു ദൂതിനെ നിങ്ങളെ തൊട്ടു. അതും ആ ഒരു തലവും ഇതായിരുന്നു. അബിയാവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന്, അബിയാവിൻ്റെ മരണശേഷം ഒരു ആസ എന്ന് പറയുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആസയുടെ എഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ ആ ദേശത്ത് 10 സംവത്സര സ്വസ്ഥതയുണ്ടാകുന്നു. ആ സ്വസ്ഥതയ്ക്ക് ശേഷമായിട്ട് ആ 10 സംവത്സരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മതിലുകൾ അവൻ പണിയപ്പെട്ടു എന്നുള്ള ഭാഗമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുമായി ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് ഷെയർ ചെയ്യുവാനിടയായി. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവത്തിന് വീണ്ടും അടുത്ത ഒരു തലം പറയാനുണ്ട്. അപ്പൻ്റെ മേൽ കടന്ന ഒരാഗ്രഹത്തെ, അപ്പൻ്റെ മേൽ കടന്ന ഒരാഗ്രഹത്തെ, അപ്പനോട് ദൈവം കൊടുത്ത ഒരു ചിന്ത, അപ്പൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ആഗ്രഹത്തെ അടുത്ത ഒരു തലമുറയെ കൊണ്ട് ദൈവം പണിയിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ദൂതും കൂടെ നിങ്ങളോട് ഇന്ന് രാത്രി ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. തിരുവചനത്തിനകത്ത് വായിക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. എന്നിട്ട് അവിടെ 14-ാമത്തെ ഒരു വാക്യമുണ്ട്: ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാക്യഭാഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇതാരോട് പറയുന്നു? ഇതാരോടുള്ള വാഗ്ദത്ത മേഖലയാണ്? നമുക്ക് തിരുവചനത്തിനകത്ത് കാണുമ്പോൾ ശലോമോനെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായിട്ട് കാണപ്പെടുന്നു. ശലോമോനേക്കാളും മുന്നമേ ചിന്തിക്കേണ്ട ഒരു ഭാഗം ദാവീദുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദാവീദ് യഹോവ തൻ്റെ ചുറ്റുമുള്ള, ദാവീദിൻ്റെ മുമ്പിലുള്ള സകല ശത്രുക്കളെയും എന്ത് ചെയ്തു? യഹോവയായ ദൈവം അതിനെ അടക്കിക്കളഞ്ഞിട്ട് ദൈവം ദാവീദിൻ്റെ മേൽ ഭയങ്കര ഒരു സ്വസ്ഥത കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്വസ്ഥതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോയതാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ പുറകിലെല്ലാം ദൈവത്തിൻ്റെ സ്വസ്ഥത അവർ അനുഭവിക്കാൻ തുടങ്ങും. ഈ രാത്രിയിൽ ഞാൻ ആവർത്തിക്കുന്നു, ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ സ്വസ്ഥതകളില്ലാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തേക്കൊരു സ്വസ്ഥത വരട്ടെ, നിങ്ങളുടെ ഭവനത്തിനകത്തേക്കൊരു സ്വസ്ഥത വരട്ടെ. ആമേൻ. അങ്ങനെ ദാവീദ് യുദ്ധത്തിൽ നിന്നൊക്കെ ജയിച്ച് മുമ്പോട്ടേക്കനെ കയറി സ്വസ്ഥതയോടുകൂടി ഇരിക്കുമ്പോൾ ദാവീദ് വസിക്കുന്നത് അരമനയ്ക്കകത്താണ്.
അരമനയ്ക്കകത്ത് വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാവീദിൻ്റെ അകത്ത് ഭയങ്കര ഒരു പെയിൻ കയറി. എന്താ പെയിൻ കയറിയെന്ന് ചോദിച്ചാൽ, ദാവീദ് അരമനയ്ക്കകത്ത് നിൽക്കുമ്പോൾ ആമേൻ 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 ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തിരിക്കുകയാണ്. ദാവീദ് അരമനയ്ക്കകത്ത് വസിക്കുന്നു, പക്ഷെ ദൈവത്തിൻ്റെ പെട്ടകം എവിടെ ഇരിക്കുന്നു? തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു. ഉടനെ കാണും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാഥാൻ പ്രവാചകനോട് ദാവീദ് രാജാവ് ചെന്ന് ചോദിക്കുക. ഉടനെ കാണാൻ നാഥാൻ പ്രവാചകൻ പറഞ്ഞ, യഹോവ നിൻ്റെ കൂടെയുണ്ട്, നിനക്കിഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. യഹോവ നിൻ്റെ കൂടെയുണ്ട്, നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, സത്യമാണ്. ദൈവം നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മുടെ അകത്തേക്ക് കൊണ്ട് തന്നെ വരുത്തുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദാവീദിൻ്റെ അകത്ത് പറയും, ഞാൻ എൻ്റെ സ്വന്തം മൂടിക്കകത്തിരിക്കുമ്പോൾ. ഇതിനകത്തൊരു ദൂത് പറയാം. ദാവീദിൻ്റെ പേഴ്സണൽ ലൈഫിനകത്ത് അവൻ അരമനയ്ക്കകത്ത് ഭയങ്കര ഗ്ലോറിയായിട്ട് അവൻ ജീവിക്കുന്നു, എല്ലാ ഫെസിലിറ്റിക്കകത്ത് ജീവിക്കുന്നു. പക്ഷെ കാഴ്ചപ്പാടുള്ള ദാവീദിൻ്റെ അകത്തൊരു പെയിൻ വരിക. എന്തിനെക്കുറിച്ച്? ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചൊരു പെയിൻ. എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം എവിടെ ഇരിക്കുന്നേ? തിരശ്ശീലയ്ക്കകത്ത്. എന്തു ചെയ്യും? അടുത്തത് ഉടനെ കാണാം ദാവീദിനൊരു ആഗ്രഹം, എങ്ങനെയും പെട്ടകം എടുത്ത് ഒരു ആലയത്തിനകത്തേക്ക് കൊണ്ടുവരണം. ആലയത്തിനകത്ത് കൊണ്ടുവരണമെങ്കിൽ ആലയം പണിയപ്പെടണം. കണ്ടോ, നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, അതിനകത്ത് പലപ്പോഴും നമ്മൾ ഹാപ്പിയായിട്ട് പോകുന്നേ. എന്നാൽ കാഴ്ചപ്പാടുള്ള ദർശനമുള്ള ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ്റെ വീടിനേക്കാൾ അധികമായി അവന് ആഗ്രഹം തോന്നുന്നത് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമ്മുടെ അകത്തുനിന്ന് വരട്ടെ. നമ്മുടെ മനസ്സിനകത്തൊരു പെയിൻ ഉണ്ടാകട്ടെ. എൻ്റെ ആലയം അത് ദൈവത്തിൻ്റെ ആലയമാണ്. അത് ഒരാടെ പേരിനകത്ത് പറഞ്ഞ് നമ്മൾ ഉത്തരവാദിത്തത്തിനകത്ത് നിന്ന് മാറിയിരിക്കരുത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ കൂട്ടായിട്ട് നിൽക്കുന്നതാണ്. കൂട്ടായിട്ട് നിൽക്കുന്ന ആലയത്തെക്കുറിച്ചൊരു ആത്മഭാരം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. ഇന്നാൾ ചെയ്യട്ടെ, ഇന്നാൾ നോക്കട്ടെ, ഇന്നാൾ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ആലയത്തോട് കമ്മിറ്റ്മെൻറ്റുകളുള്ളവരായിരിക്കണം, സമർപ്പണമുള്ളവരായിരിക്കണം. ആലയത്തെക്കുറിച്ചൊരു ഭാരം ഉണ്ടാകുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ദാവീദിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് നാഥാൻ പറഞ്ഞിങ്ങനെ ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാത്രി നാഥാനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് ചെന്ന് പറയുന്നു, നീ മറ്റൊന്നും അല്ല ചെയ്യേണ്ട, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ആലയം പണിയണം. പക്ഷേ ആലയം പണിയാനായിട്ട് നിൽക്കുന്ന ദാവീദിനോട് ദൈവം പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതിയെ കൊണ്ട് വേണം ആലയം പണിയപ്പെടുന്നത്. ആമേൻ. ദാവീദിൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ ആലയം പണിയണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പർപ്പസ്, അവൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ്റെ തലമുറയെ കൊണ്ട് പണിയിപ്പിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ചില പ്ലാനുകൾ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ ചില ആഗ്രഹങ്ങൾ പോലും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പർപ്പസാണ്. ആമേൻ. അടുത്ത തലമുറയെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാക്കി ദൈവം അതിന് മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് എവിടെയാണ് ആ വാറ്റത്വം നിറവേറ്റുന്നത്? 1 ദിനവൃത്താന്ത പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ എന്നോട്, നിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ എൻ്റെ ആലയം, എൻ്റെ പ്രാകാരങ്ങളും പണിയും. കണ്ടോ, അവൻ പറയുന്ന, അവനെ എന്നോട്, നിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും, ഞാൻ അവനെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവന് പിതാവുമായിരിക്കും. ചില കാലങ്ങൾക്ക് മുമ്പേ ഒരപ്പൻ ആഗ്രഹിച്ചതാണ് ആലയം പണിയണമെന്ന്. ഉടനെ കാണാൻ അന്ന് ദൈവം കൊടുത്തൊരു ദൂതുണ്ട്, നിൻ്റെ ഉദരത്തിലുള്ള നിൻ്റെ ഒരു തലമുറ ആലയം പണിയും.
അന്നേരം പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. പക്ഷെ കാലഘട്ടം മുമ്പോട്ട് കടന്നു വന്നു. കാലഘട്ടം മുമ്പോട്ട് കടന്നു വരുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ 1 ദിനവൃത്താന്തം 28:6 നോക്കുമ്പോൾ എങ്ങനെ പറയുന്നു? അവൻ എന്നോട്, നിന്റെ മകനായിരിക്കുന്ന ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും. കണ്ടോ, അപ്പൻ്റെ ആഗ്രഹം അടുത്ത തലമുറ കയറി കൈകാര്യം ചെയ്യുക. നല്ലൊരു ആമയും പറഞ്ഞാട്ട്. എവിടേക്കോ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറയുക. നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. നിങ്ങളുടെ ചില എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ഒരു ആത്മതലം എനിക്ക് അതിനകത്ത് നിന്ന് തൊടുന്നു. എവിടേക്കോ ആഗ്രഹമുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി, എനിക്ക് ചിലത് ചർച്ചിന് വേണ്ടി ചെയ്യണം, പാസ്റ്റർ എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലത്, പക്ഷേ എന്നെക്കൊണ്ടും നടക്കുന്നില്ല. പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആമേൻ നിൻ്റെ തലമുറയെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും. അത് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ നിങ്ങളുടെ വീടിനകത്തിരുന്നു കൊണ്ട് ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കാര്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിന്റെ സ്വപ്നങ്ങൾക്കപ്പുറമായി നിന്റെ തലമുറയെ കർത്താവ് ചലിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുമ്പോൾ ആമേൻ, സ്തോത്ര ഹല്ലേലൂയ. അവിടെ പറയുന്നു, എന്നിട്ട് പറയുന്ന അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ പിതാവായി യഹോവയായി ദൈവം ഇറങ്ങി വരും. അവൻ്റെ പിതാവായി ആരിറങ്ങി വരും? യഹോവയായി ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പറയാം, അവന് ഞാൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവിടുത്തെ ഡീലിങ് നോക്കിക്കേ. അവിടുത്തെ ഡീൽ ദാവീദിൻ്റെ ആഗ്രഹമാണ് പണിയപ്പെടുന്നത്. പക്ഷേ ആ ഡീലിനെ ദൈവം ഒരു തലമുറയിലോട്ട് കൈമാറുമ്പോൾ അവിടുത്തെ ലോകത്തിൻ്റെ അപ്പൻ്റെ ഡീൽ അവിടെ നിർത്തിയിട്ട് ആ പൊസിഷൻ, പദവി പിതാവായിരിക്കുന്ന ദൈവം ഏറ്റെടുക്കുക. സ്തോത്രം. എന്നിട്ട് പറയുക, ദാവീദിനോട് പറയാം, ദാവീദേ, നിൻ്റെ കൂടെ ഞാൻ ഇരുന്നത് പോലെ ആമേൻ നിൻ്റെ തലമുറയുടെ കൂടെ ഞാനിരിക്കും. നിന്റെ ദാവീദ്, നീ പോയിടത്തെല്ലാം ജയിച്ചു വന്നെങ്കിൽ ഇനി നിന്റെ തലമുറയുടെ കൂടെ, അന്ന് നിന്റെ കൂടെ ഞാൻ ഇരുന്നെങ്കിൽ, അന്നത്തെ നിന്റെ ജയത്തിൻ്റെ എല്ലാം പുറകിൽ ആമേൻ നാദാം പറഞ്ഞൊരു പ്രവാചകൻ പറഞ്ഞൊരു പദമുണ്ട്, യഹോവ നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോ, യഹോവ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ കൂടെ ഇരുന്ന ഒരു ദൈവം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു നിന്നോട്ട് പറയാം, അപ്പൻ്റെ കൂടെ ഇരുന്ന ദൈവം പറയാം, ഞാൻ നിന്റെ സന്തതിയുടെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഹൃദയം തുറന്നു പറയാം, നീ കണ്ട ദൈവം ഒരുപക്ഷെ നിൻ്റെ തലമുറ വിശ്വാസത്തിൽ വന്ന് കാണത്തില്ല. നിൻ്റെ കുടുംബത്തിൽ പലരും വാറ്റത്വം ഉണ്ടായിട്ടും ഒന്നും ആകാതെ കിടക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ദൂത് നിങ്ങളുടെ തലമുറയെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത്, ആമേൻ ആമേൻ ആമേൻ, നീ പോലും പ്രതീക്ഷിക്കാതെ നിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തീകരിക്കാൻ നിൻ്റെ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കും. തലമുറയെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, ആമേൻ ആ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നീ കണ്ട ദൈവത്തെ, ആമേൻ നീ അനുഭവിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹം നിന്റെ തലമുറയും ആ പിതാവിനുമായി കണക്റ്റ് ആകും. ആമേൻ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലെ നിന്റെ തലമുറയെ ദൈവാത്മാവ് നയിക്കാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ആത്മഭാരത്തോടു കൂടി കിടക്കുന്നവരോട് പറയുന്ന, ആലയത്തിൻ്റെ പണികളെ ഞാൻ നടത്തിക്കും. ആലയത്തിൻ്റെ പണികളെ. എന്നിട്ട് പറയുന്നൊരു പ്രത്യേകതയുണ്ട്, ആ പുത്രനാട്ട് ദൈവം, എന്നിട്ട് കർത്താവിൻ്റെ അവനെ പറയുന്നത് എങ്ങനെ? അവിടെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ, അവിടെ ഒരു തെരഞ്ഞെടുപ്പും കൂടെ കിടക്കുന്നേ. ഞാൻ പുത്രനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവി പറയാം, എവിടേക്കോ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ പോഷത്വമായിരിക്കുന്ന നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തതാ. ഒത്തിരി കഴിവുള്ളവരപ്പുറത്തുണ്ടെന്നേ, ഒത്തിരി ശ്രേഷ്ഠരായിരിക്കുന്നവരപ്പുറത്തുണ്ടെന്നേ, ഒത്തിരി പേരും മഹിമയും മഹത്വം പറയുന്നവർ ഒത്തിരി പേരപ്പുറത്ത് നിൽപ്പുണ്ടെന്നേ. എന്നാൽ അവരെയെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് പോഷത്വമായിരിക്കുന്ന നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തിട്ട് പറയുക, ഞാൻ നിൻ്റെ അപ്പനാണ്, നീ എൻ്റെ മോനാണ്, നീ എൻ്റെ മോളാണ്, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കേട്ടോ, കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്,
കർത്താവ് നമ്മളെ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ പേർ കർത്താവിനെ കുറിച്ച് സുവിശേഷം കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരും കർത്താവിനെ കണ്ടിട്ടില്ല. എല്ലാവരും കർത്താവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് എപ്പോഴും സെലക്ഷനാണ്. തിരഞ്ഞെടുപ്പിൻ്റെ മീൻസ് സെലക്ഷനാണ്. അതിനകത്തൊരു പദം പറയുന്നുണ്ട്. ഏത് രാഷ്ട്രീയക്കാരും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു പദമുണ്ട്. രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നൊരു പദമുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങളുടെ ഇന്ന പാർട്ടിയിൽ ഇന്ന സ്ഥാനാർത്ഥി ഏറ്റവും നല്ല യോഗ്യനാണ്, നമ്മുടെ ദേശത്തിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവനാണ്, ഏറ്റവും നല്ല മഹത്വത്തിൽ നിൽക്കുന്നവനാണ്, നല്ല അഡ്രസ് ഉള്ളവനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളത്, പ്ലസ് പോയിൻ്റ് ഉള്ളത്, ഏറ്റവും മഹത്വമുള്ളതെന്നൊക്കെ പറഞ്ഞാണ് അവരവരുടെ സ്ഥാനാർത്ഥികളെ വെക്കുന്നത്. എന്നിട്ടാണ് അവർ തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ക്വാളിറ്റി ഉള്ളവനെയല്ല തിരഞ്ഞെടുക്കുന്നത്, യോഗ്യനെന്ന് പറയുന്നവനെയല്ല തിരഞ്ഞെടുത്തേ. പിന്നെയോ യോഗ്യരെന്ന് പറഞ്ഞവരെ അവിടെ നിർത്തിക്കൊണ്ട് പോച്ചത്തമായിരിക്കുന്ന രാമയും പറഞ്ഞ് സ്വീകരിക്കാമോ? നിന്റെ വീടിനെ ദൈവം കണ്ടിരിക്കുന്നതും നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്, നിന്റെ തലമുറ തിരഞ്ഞെടുത്തത്, അടുത്ത ഒരു പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ കഴിവോ പദവിയോ ഉണ്ടായിട്ടല്ല കുഞ്ഞെ. പോച്ചത്തമായതുകൊണ്ടാണ്. നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. പക്ഷേ ഞാൻ നിന്നിലേക്ക് വരുമ്പോൾ നിന്നെക്കൊണ്ട് ജ്ഞാനികൾക്ക് പറ്റാത്തത്, സ്തോത്രം പറയാമോ, ജ്ഞാനികൾക്ക് പറ്റാത്തത് എനിക്ക് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ആമേൻ. ആ വാക്കിനാ ഞാൻ സ്തോത്രം പറയുന്നു. ജ്ഞാനികളായിട്ടുള്ളവരെ കൊണ്ട് പറ്റാതെ പോകുന്നത് പോഷത്വമായ നിന്റെ അകത്തേക്ക് പിതാവായ ദൈവം ഇറങ്ങി വന്നു കഴിയുമ്പോൾ നിന്നെക്കൊണ്ട് അസാധാരണ കാര്യങ്ങൾ കർത്താവിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. അവിടെ നിന്നുകൊണ്ടൊരു പ്രോഫറ്റിക്കലായ ഒരു ദൈവനിയോഗത്തോടൊരു വാക്ക് ഞാൻ പറഞ്ഞു പോകട്ടെ. നമുക്കറിയാം പത്രോസിൻ്റെ സാഹചര്യം അറിയാം. പത്രോസിൻ്റെ ഹിസ്റ്ററി വലിയ വിദ്യാഭ്യാസമുള്ളവനല്ല, വലിയ പാണ്ഡിത്യമുള്ളവനല്ല. എന്നാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ, പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യമാകും. പത്രോസെ, നിന്റെ മുമ്പിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറത്തു പോകും. പത്രോസെ, നീ എവിടെ വചനം പ്രസംഗിക്കുന്നു അവിടെ ജനം വിടുവിക്കപ്പെടും. നോക്കിക്കേ, വലിയ ക്വാളിറ്റി ഇല്ല. അതിനവൻ പത്രോസ് മെഡിക്കൽ റിപ്പോർട്ട് പഠിച്ചതല്ല. പത്രോസ് പലവിധമായ തിയോളജിക്കൽ എടുത്തതല്ല, ഒന്നുമല്ല. പക്ഷേ ഒന്നുമല്ലാതിരിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ അവനോട് പറയുന്നൊരു പദം, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ആ തെരഞ്ഞെടുപ്പ് എന്നൊരു വാക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവൻ്റെ കൈവെക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ജ്ഞാനികളായിട്ടുള്ളവർ ഒത്തിരി പേര് അപ്പുറത്ത് നിൽക്കുന്നില്ലേ, അവനെ കൊണ്ട് പറ്റാത്തത് അഭിഷേകത്തിൽ നിന്നവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നത്. അടുത്തൊരു ആത്മതലത്തിനകത്തേക്ക് പത്രോസ് കയറി വന്നപ്പോൾ, പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അടുത്തൊരു ആത്മനിയോഗത്തിനകത്തേക്ക് പത്രോസ് വന്നപ്പോൾ ഇന്നലകൾ അവനെ കൈവച്ച സൗഖ്യം, പക്ഷെ ഇന്നവനെ കൈവെക്കണ്ട, അവൻ്റെ നെഴിലിൽ പോലും സൗഖ്യം നടക്കുന്നു. അവൻ നടക്കുന്നത് തന്നെ വിടുതലായി മാറുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പോച്ചത്തെ പോലെ നിന്റെ ജനനം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരിക്കാം. നീ ഒരുപക്ഷെ സൊസൈറ്റിക്കകത്ത് ഏറ്റവും പുറംതള്ള വ്യക്തിയെ പോലെ ആയിരിക്കാം. നിനക്ക് പറയാൻ വലിയ അഡ്രസ്സ് കാണത്തില്ല, നിനക്ക് പറയാൻ വലിയ പദവി കാണത്തില്ല. പക്ഷേ ലോകത്തിൽ വെച്ച് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ശക്തനായിരിക്കുന്ന ഒരു കർത്താവിനെ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് നിൻ്റെ ലൈഫിനകത്ത് തകർച്ചയല്ല, നിൻ്റെ ലൈഫിനകത്ത് അസാധാരണ ജയമാണ് നടക്കുന്നത്. അസാധാരണമായിരിക്കുന്ന ദൈവമഹത്വമാണ് നടക്കുന്നത്. ഞാൻ ആ പദം അവിടെ തെരഞ്ഞെടുപ്പ് എന്നൊരു പദം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയത്. എന്നിട്ട് പറയുന്നൊരു ഒരു പദമുണ്ട്. 10ാമത്തെ വാക്യത്തിൽ പറയുന്ന, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്? എന്തിനാ ശലോമോനെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്? വിശുദ്ധമായിരിക്കുന്നൊരു ആലയം പണിയാൻ. കണ്ടോ, ദൈവത്തിൻ്റെ പെട്ടകത്തെ ആലയത്തിനകത്തേക്കൊന്ന് കൊണ്ടുവെക്കാൻ. ഹല്ലേലൂയ. ദൈവം ഒരു തലമുറ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, ആരൊക്കെയോ ജീവിതത്തിൽ നടക്കാതെ പോയത്, ആർക്കൊക്കെയോ പലർക്കും കഴിയാതെ പോയതെല്ലാം ദൈവം അടുത്ത സീസണിൽ
2025 ഉള്ള വർഷമൊക്കെ എന്നെ കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് പല പണികൾ നടത്താൻ, സുവിശേഷ വ്യാപ്തിക്കായി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ അകത്തത് വരുന്നുണ്ടോ? ഉണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും കേട്ടോ. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവേ. നിങ്ങൾ ഒരിക്കലും ഇനി മടുപ്പ് വിചാരിക്കല്ലേ, ക്ഷീണിച്ചു പോകരുതേ, തളർന്നു പോകരുതേ. ആരൊക്കെ മാറ്റി നിർത്തിയാലും സ്വർഗത്തിലെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ കുഞ്ഞെ, നിൻ്റെ പേര് വലുതായി കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്നേ. ലോകം തരുന്ന പേരിനേക്കാൾ ഉപരി കർത്താപ്പച്ച നിനക്കൊരു പേരിടുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാനത് എവിടെയോ ഒരു വാക്യത്തിനകത്ത് എഴുതിയിട്ട് വാക്യത്തിൽ കാണുന്നുണ്ട്, നിൻ്റെ പേര് വലുതാകുന്ന ഒരു വാക്ക്. ഇവിടെ എവിടെയോ ഞാൻ വായിച്ചതിനകത്ത് എൻ്റെ ഓർമ്മ വരുന്നുണ്ട്. എങ്കിലും ഞാൻ അവിടെയൊക്കെ വിട്ടുപോകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇങ്ങനൊരു വാക്ക് വരുന്നുണ്ട്. പിന്നെയും ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്. പലപ്പോഴും നമ്മുടെ പലരുടെയും ലൈഫിൽ ഭയങ്കര ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി പലത് ചെയ്യണമെന്ന്. പക്ഷേ എവിടേക്കോ നമ്മളെ നിരാശപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നമ്മളെ കൊണ്ട് കഴിയുമോ, എന്നെക്കൊണ്ട് അത് നടക്കുമോ, നമ്മുടെ നെഗറ്റീവുകളെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു കളയുക. നെഗറ്റീവുകളെ എടുത്തു കളയുക. നെഗറ്റീവുകളെ കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യാതെ ദൈവം പറഞ്ഞ ശബ്ദങ്ങളെ സ്വീകരിച്ച് ആത്മാവിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ നിനക്കൊരു അസാധാരണ ഒരു ധൈര്യം വരും. കർത്താവിൻ്റെ വചനമൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ നിൻ്റെ ബലമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എത്ര ഭക്തന്മാരോടെ ദൈവം പറഞ്ഞേക്കുന്ന വേദപുസ്തകോടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ? കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതേ തന്നെ വാക്യം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 1 Corinthians 28:20 പറയുന്നുണ്ട്, യഹോവയായ ദൈവം, ദൈവം എൻ്റെ ദൈവം തന്നെ. അവിടെ വായിക്കുന്നു, യഹോവയായ ദൈവം എൻ്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകൾ എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ ആ ദൂതിനൊരു ആമയും പറഞ്ഞ്, ദൈവം നിന്നെ കൊണ്ട് എന്ത് പണി ചെയ്യിപ്പിച്ചോ അതിന് ദൈവം പൂർത്തീകരണം നിന്നെ കൊണ്ടുണ്ടാക്കും. എന്ത് ദൗത്യം കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, നീ അതിന് പൂർത്തീകരിക്കപ്പെടും. ആമേൻ. പൂർത്തീകരണം ഉണ്ടാവുന്നേ. കർത്താവ് നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ധൈര്യത്തോടു കൂടി ഇരിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് കയറി വരാം. കർത്താവ് പറയുന്നു, ദൈവം നിൻ്റെ കൂടെ. ദാവീദ് അവിടെ പറയുന്നുണ്ട്, ദാവീദ് പറയുക, തൻ്റെ മോനോട് പറയുക, മോനെ നീ കയറി നിൽക്കടാ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടടാ. ദാവീദിൻ്റെ ആ ബ്യൂട്ടിഫുൾ വാക്ക് നോക്കിയേ, ആ ബ്ലെസ്സിങ് ആയുള്ള വാക്ക് നോക്കിയേ. ദാവീദ് പറയുക, മോനെ ശലോമോനെ, ഞാൻ ചിലപ്പോൾ നിൻ്റെ കൂടെ കാണത്തില്ല, പക്ഷേ നിൻ്റെ കൂടെ, എൻ്റെ കൂടെ ഇരുന്നൊരു ദൈവം നിൻ്റെ കൂടെ ഉണ്ടടാ. നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. നീ മുമ്പോട്ട് തന്നെ പോകുക. നിന്നെ കൊണ്ട് ദൈവത്തിൻ്റെ ആലയം പണിത് പൂർത്തിയാക്കുന്നത് വരെ, എല്ലാ വേലയും നിവൃത്തിയാക്കുന്നത് വരെ അവൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ആ ഉപേക്ഷിക്കാത്ത ദൈവത്തെ ഇന്ന് രാത്രി നമുക്കൊന്ന് ആത്മാവി സ്വീകരിക്കാം. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നമുക്കൊന്ന് ചേരാം. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവിനോട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ തൊട്ടുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ശലോമോൻ്റെ കൂടെ ഇരുന്ന കർത്താവ് എന്നോട് കൂടെ ഇരിക്കണേ. നിങ്ങളുടെ വിഷനുകളെ, നിങ്ങളുടെ ഒരുപക്ഷെ എനിക്കറിയത്തില്ല, ഏതോ ഒരു മാതാവിന് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടൊരു പ്രേരണ തരുന്നു. തലമുറയെക്കുറിച്ചുള്ള ഒരു ഭാരത്തിനകത്ത് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുന്നു. നിൻ്റെ അകത്തൊത്തിരി കാഴ്ചപ്പാടുണ്ട്, നിൻ്റെ അകത്തൊത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ തലമുറയുമായി ബന്ധപ്പെട്ട് നീ ഒത്തിരി ഭാരത്തില്ല. എന്നാൽ കർത്താവ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് കാര്യങ്ങളെ ചെയ്യാൻ പോവുക. നിൻ്റെ തലമുറയെ ദൈവം തിരഞ്ഞെടുക്കും. സാഹചര്യങ്ങൾക്ക് മാറ്റം ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ പോകുന്നു. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്ന ജനറേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ മേലെ ഇന്ന് രാത്രിയിലൊരു ഡെലിവറൻസ് ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അയക്കുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അയക്കുകയാണ്. അടുത്ത ചില ദിവസങ്ങളിൽ നിൻ്റെ ലൈഫിൽ നിന്ന് ആമേൻ വ്യത്യസ്തമാകുന്ന ചില വിടുതലുകൾക്ക് വേണ്ടി നീ കാത്തിരിക്കുക, പ്രതീക്ഷയോടിരിക്കുക. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു, ആമേൻ, കർത്താവ് ചില ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മേഖലയ്ക്കകത്ത്, നിൻ്റെ വിഷയത്തിനകത്ത് ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ഒരു ആത്മദൂത്, ഞാൻ പ്രവചനാത്മാവ് ഞാൻ കൈമാറുകയാണ്. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹത്വം കർത്താവെ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ പോലെ ദിവസങ്ങൾ ദൈവാലയത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, കൃപയ്ക്കകത്ത് നിൽക്കാൻ, അഭിഷേകത്തിൽ നിൽക്കാൻ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരാണെങ്കിലും അവരുടെ മേലെല്ലാം ഇന്ന് രാത്രിയിൽ ഒരു ദൈവിക ഗ്ലോറി ചലിക്കപ്പെടട്ടെ. ലാമാസിയ, ഒരു നിമിഷം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. സൂമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ മേലെല്ലാം ഒരു ആത്മാവിൻ്റെ ചലനങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേക ധൈര്യം, ചില വിഷയത്തിൽ കാലെടുത്ത് വെക്കണോ വേണ്ടായോ ഭയങ്കര കൺഫ്യൂഷനകത്ത് ഇരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ കാണുന്നു. അവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ ധൈര്യത്തോടെ മുമ്പോട്ട് നീങ്ങുക, നീ ധൈര്യത്തോടെ മുമ്പോട്ട് നീങ്ങുക. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. റാമാസിയ ധേരിമല, നീ വഴിയിൽ തളർന്നു പോകത്തില്ല, നീ വഴിയിൽ ഒറ്റപ്പെടത്തില്ല. കർത്താവ് നിന്നെ കൈപിടിച്ച് കയറ്റുന്ന, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി നിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ആ കുടുംബങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഒരു ദൈവിക പ്രവർത്തികളെ ഞാൻ അയക്കുകയാണ്. ലമാസിയ ധേരിമ ലമക്ഷസിയാതന അൽഗമാന ബൗഷസിയാം ധേരിഘടകതനക. യേശുവിൻ്റെ നാമത്തിൽ തുറക്കേണ്ടതെല്ലാം താമി കുടുംബങ്ങളുടെ മേൽ തുറക്കട്ടെ. ഈ രാത്രിയിൽ ഈ ദൈവ ശബ്ദം പലരുടെ ലൈഫിനകത്ത് ചലിപ്പിക്കാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവേ. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് തുടർന്നുമുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ ആത്മാവിൽ പുതുക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ഞങ്ങളെ ആത്മഭാരത്തിൽ ഓടാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കട്ടെ, ഉപയോഗിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്തൊക്കെയാണോ അത് ഞങ്ങളിൽ വെളിപ്പെടാൻ ഞങ്ങൾ അതിനെ സ്വീകരിക്കാൻ റെഡിയാണ്. ആമേൻ. അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ റെഡിയാണ്. കർത്താവെ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത നാളുകളിൽ എങ്ങനെ മൂവ് ചെയ്യാൻ ഞങ്ങളെ കുറിച്ച് കർത്താവിൻ്റെ പർപ്പസ് എന്താണോ, അയ്യോ ആമേ, ഒരു ശലോമിനെ കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ, ആത്മാവി പ്രാർത്ഥിക്കുന്നവർ പറ, കർത്താവെ, അടുത്ത വർഷത്തിൽ എങ്ങനെയൊക്കെ ഞാൻ ഓടിക്കയറാൻ അങ്ങൊരു പർപ്പസ് എൻ്റെ മേലിട്ടിരിക്കുന്നു, അതിനുവേണ്ടി എന്നെ അങ്ങ് തരുന്നു. ആമേ, എന്നെ അങ്ങ് തരുന്നു. എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ആത്മാവി കാണുകയാണ്. ഞാൻ ഒരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ലൈബാക്ക ശബ്ദന റമസിയ ധേരിയ ലമാതോന റമഗധന ലമഷിയാം ധേനിയാസി. കർത്താവ്, അങ്ങനെ ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു പിതാവേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ട്, അഭിഷക്തന്മാരെ അനുഗ്രഹിച്ചാട്ട്, സഭകളെ, ദേശങ്ങളെ, കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.